ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നിവിടെ ചെയ്തെടുക്കുന്നൊരു സ്നാക്ക് ഉണ്ടല്ലോ, അവൽ വെച്ചിട്ടാണ്. ഒരു അടിപൊളി സ്നാക്കാട്ടോ. പുറമെ നല്ല ക്രിസ്പി ആയിട്ടും അതുപോലെ ഉള്ളിൽ നല്ല സോഫ്റ്റായിട്ടും ഉണ്ടാവും. നമുക്ക് തക്കാളി സോസോ അതുപോലെ മയോണൈസൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. കുട്ടികൾ 4 മണിക്കൊക്കെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ. അധികം സമയമൊന്നും എടുക്കില്ല. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുകയും ചെയ്യും. നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം മതി ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പം നമുക്കിത് എങ്ങനെയാണ് ചെയ്യാമെന്ന് ഒന്ന് നോക്കിയാലോ. നമ്മളിതിലേക്ക് ഞാനൊരു വെള്ള അവലാട്ടം എടുത്തിരിക്കുന്നത്. അപ്പോൾ 1 കപ്പ് അവലെടുത്തിട്ടുണ്ട്. ഏത് അവലെടുത്താലും കുഴപ്പമൊന്നുമില്ല. അതിലേക്ക് നമ്മൾ 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് കുതിരാൻ വേണ്ടിയിട്ടാട്ടോ. ഇത് അധികം കട്ടിയില്ലാത്ത അവലാണ്, അതുകൊണ്ട് പെട്ടെന്ന് കുതിർന്ന് വരും. ഏത് അവലാണെങ്കിലും നമുക്കൊരു 5 മിനിറ്റോളം നമ്മളൊന്ന് വെള്ളത്തിലിട്ട് വെച്ചാൽ മതി. ഈ ഒരു അവലാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ കുതിർന്ന് കിട്ടും കേട്ടോ. ഒരു 2 മിനിറ്റ് കൊണ്ട് തന്നെ കുതിർന്ന് കിട്ടും. ഇത് നമുക്കൊന്ന് അടച്ച് വയ്ക്കാം. എന്താ കണ്ടില്ലേ, പെട്ടെന്ന് 5 മിനിറ്റ് ആയപ്പോഴേക്കും ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. സാധാരണ കട്ടിയുള്ള അവലാണെങ്കിൽ കുറച്ച് വെള്ളം ബാക്കി ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വെള്ളമൊക്കെ ഒന്ന് ഊറ്റി കളഞ്ഞിട്ട് എടുക്കണം കേട്ടോ. ഇതിലിപ്പോൾ നമുക്ക് വെള്ളമൊന്നുമില്ല, ഒക്കെ നല്ല കട്ടിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ഉരുളക്കിഴങ്ങ്, ഒരു മീഡിയം സൈസിൽ ഇത് കണ്ടില്ലേ, ഈ രണ്ടും കൂടി ഒന്ന് ചേർത്ത് വെച്ചാൽ ഈ വലിപ്പമുള്ള ഒരു ഉരുളക്കിഴങ്ങ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് കട്ടയൊന്നും ഇല്ലാതൊന്ന് ഉടച്ചെടുക്കണം. അപ്പോൾ ഞാനിങ്ങനെ ഈ ചെയ്യുന്ന പോലെ ഇങ്ങനെ വേണമെങ്കിൽ ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിതൊന്ന് ഉടച്ചെടുത്താലും മതി. ഇപ്പോൾ ഈ ചപ്പാത്തിയുടെ കുഴലൊക്കെ ഉണ്ടെങ്കിൽ അതും കൊണ്ടൊന്ന് കുത്തി നന്നായിട്ട് വെന്ത കൊണ്ട് പെട്ടെന്ന് ഉടഞ്ഞു കിട്ടും. എന്തായാലും നമ്മുടെ ഇത് കട്ടയൊന്നും ഉണ്ടാകാൻ പാടില്ല കേട്ടോ. ഈ ഉരുളക്കിഴങ്ങിൻ്റെ പീസൊന്നും ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഉരുട്ടിയെടുക്കുമ്പം ആ ഷേപ്പ് കിട്ടില്ല. ഇത് അവിടെ ഇവിടെ ഇങ്ങനെ പൊന്തി നിൽക്കും. അപ്പോൾ അതുകൊണ്ട് എങ്ങനെയാണെങ്കിലും നന്നായിട്ടൊന്ന് ഉടച്ചെടുത്താൽ മതി. നമ്മളിവിടെ കുറച്ച് സ്നാക്കേ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ഈ മീഡിയം സൈസിലുള്ള ഒരു ഉരുളക്കിഴങ്ങ് മാത്രം എടുത്ത്. നമ്മൾ കൂടുതൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ ഉരുളക്കിഴങ്ങ് എടുക്കാം. നമ്മളിപ്പോൾ ഈ എടുത്ത 1 കപ്പ് അവലിന് ഇത് മതി. ഇനി നമുക്ക് ആ പൊടിച്ച ഉരുളക്കിഴങ്ങിലേക്ക് 1/2 കപ്പ് നമ്മുടെ പത്തിരിപ്പൊടി ഉണ്ടല്ലോ, നമ്മൾ പത്തിരി നൂൽപ്പുട്ടൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു അരിപ്പൊടി നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നീട് നമ്മൾ അതിലേക്ക് കുറച്ച് മല്ലിയില ചെറുതാക്കി അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് വേണമെങ്കിൽ കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ. അതും ഇതുപോലെ തന്നെ നല്ലോണം ചെറുതാക്കി അരിഞ്ഞിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ചില്ലി ഫ്ലെക്സ് ആട്ടോ ഇട്ട് കൊടുക്കുന്നത്. നമ്മളിതിൽ വേറെ പച്ചമുളകും അങ്ങനെയൊന്നും ചേർക്കുന്നില്ല. വലിയ എരിവൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു ടേബിൾ സ്പൂണോളം മുളകും ഞാൻ ഇതേപോലെ പൊടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് മാർക്കറ്റിൽ പാക്കറ്റ് വാങ്ങാൻ കിട്ടും. ഞാൻ എന്തായാലും ഇവിടെ മിക്സിയിലിട്ട് മുളകൊന്ന് പൊടിച്ചെടുത്തതാണ്. പിന്നെ എനിക്കിവിടെ ബാക്കി എന്തോ ഒന്ന് ഉണ്ടാക്കിയ സമയത്തൊരു ഒറിഗാനോ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഓപ്ഷനിലാണ്, വേണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. പിന്നെ ഞാൻ അതിന് പാകത്തിനുള്ള ഒരു 1/2 ടീസ്പൂണോളം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അത് പിന്നെ ലാസ്റ്റ് നമ്മളിത് കുഴച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഉപ്പില്ല എന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് ഉപ്പും കൂടി വേണമെങ്കിൽ അപ്പോൾ നമുക്ക് ആഡ് ചെയ്യാം കേട്ടോ. പിന്നീട് നമുക്ക് ഇതിലേക്ക് നമ്മൾ ആ കുതിർത്ത് വെച്ച അവിലുണ്ടല്ലോ, അത് കുറേശ്ശെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്നിച്ച് നമുക്ക് ഇട്ട് കൊടുക്കണ്ട. ഇനിയിപ്പം നമ്മളത് ലൂസായി പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിൽ ബാക്കി ഇടണ്ടെന്ന് വെച്ചാൽ മതി. നമ്മൾ ഒന്നിച്ചിട്ട് കിടന്നാൽ ചിലപ്പോൾ പെട്ടെന്ന് അത് ലൂസായി പോകും. അപ്പോൾ കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കും. അപ്പോൾ നമുക്ക് ആ ക്രിസ്പി ആയിട്ട് കിട്ടില്ല. അത് നമ്മളെടുക്കുന്ന ഓരോ അരിപ്പൊടീൻ്റെയും വ്യത്യാസമായിരിക്കും കേട്ടോ. അപ്പം നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇങ്ങനെയൊക്കെ കുഴച്ചിട്ട് നമുക്ക് വെള്ളത്തിൻ്റെ ഇത് കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് 1 ടേബിൾ സ്പൂണോളം വെള്ളം കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം. ഒരുപാടൊന്നും വെള്ളം ഒഴിച്ച് കൊടുക്കുകയേ ചെയ്യരുത്. 1 ടേബിൾ സ്പൂണോ അല്ലെങ്കിൽ 1/2 ടേബിൾ സ്പൂണോ ആദ്യം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. നമുക്കിവിടെ ഒരു തുള്ളി വെള്ളം പോലും ചേർക്കേണ്ടി വന്നിട്ടില്ല. അതിനുശേഷം നമ്മൾ ഈ രീതിയിൽ കുഴച്ചെടുത്തിട്ടുണ്ട്. നമ്മളതിലേക്ക് 1 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് കയ്യിലൊന്ന് ജസ്റ്റ് തേച്ച് കൊടുത്താൽ നമ്മുടെ കയ്യിലൊന്നും ഒട്ടി പിടിക്കില്ല കേട്ടോ. അതിനുശേഷം നമുക്ക് നന്നായിട്ടൊന്നത് ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഒരുപാട് ബലം പ്രയോഗിച്ച് കുഴയ്ക്കൊന്നും വേണ്ട കേട്ടോ. അത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഡോ ആണ്. നമ്മളിപ്പം മുഴുവനായിട്ടും നമ്മളിത് കുഴച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, കയ്യിലൊട്ടുന്നൊന്നുമില്ല. നമ്മൾ കയ്യിൽ ഓയിൽ തേച്ചതുകൊണ്ട് നമുക്ക് ഒന്നും കൂടി ഒന്ന് കുഴച്ചെടുക്കാം. എല്ലാം കൂടി ഒന്ന് മിക്സായി വരാൻ വേണ്ടിയിട്ട്. നമ്മൾ ലാസ്റ്റല്ലേ ഓയിലൊക്കെ ഒഴിച്ചത്, അപ്പോൾ എല്ലാം കൂടി ഒന്ന് മിക്സായി വരാൻ വേണ്ടിയിട്ട് നമുക്ക് ജസ്റ്റ് ഇതേപോലെ ഒന്ന് കുഴച്ചെടുക്കാം. അപ്പം നമ്മുടെ കുഴക്കൽ പരിപാടി ഏകദേശം കഴിഞ്ഞു. ഇനി നമ്മൾ ഇതേപോലെ ഒരു കട്ടിംഗ് ബോർഡ് എടുത്തിട്ട് അതിലേക്ക് കുറച്ച് എണ്ണയൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി കട്ടിംഗ് ബോർഡ് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 2 പ്ലാസ്റ്റിക് കവർ എടുത്താലും മതി. ഇനിയിപ്പോൾ അതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ 2 കയ്യിൽ ഓയിൽ തേച്ച് കൊടുത്തിട്ട് നമ്മൾ കൈ കൊണ്ട് നമുക്കിത് ജസ്റ്റ് ഒന്ന് ഉരുട്ടിയെടുത്താൽ മതി കേട്ടോ. ശരിക്കും നമുക്ക് കട്ടിംഗ് ബോർഡിൻ്റെ ആവശ്യമൊന്നുമില്ല, കൈ കൊണ്ട് തന്നെ ഇത് ചെയ്യാവുന്നതേ ഉള്ളൂ. കാരണം വളരെ സോഫ്റ്റ് ആയിട്ടുള്ള മാവല്ലേ, അത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം. നിങ്ങളെന്തായാലും ഇത് വീട്ടിലൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ. അടിപൊളിയാണ്.
നമുക്ക് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ വളരെ ഇഷ്ടപ്പെടും അവർക്ക്. അപ്പോൾ നമ്മളിതാ ഇങ്ങനെ ഇതേപോലെ ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട്. അത് ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് നമുക്കിത് ഇതേപോലെ ചെയ്തെടുത്താലും മതി. നമ്മൾ കുഴച്ച് വെച്ച മാവിന്ന് കുറേശ്ശെ എടുത്തിട്ട് ഇതേപോലെ കണ്ടില്ലേ, ഇതേപോലെ നമുക്ക് ഇങ്ങനെ ചെയ്തെടുത്താൽ മതി. നമുക്ക് പലകേൻ്റെ ഒന്നും ഒരു ആവശ്യം വരുന്നില്ല കേട്ടോ. നമ്മൾ കൈകൊണ്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. നമുക്ക് ഇങ്ങനെ ചെയ്യണമെന്ന് യാതൊരു നിർബന്ധമില്ല കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്കിത് ചെയ്തെടുക്കാം. എല്ലാം ഒരേ വലുപ്പത്തിലായിരിക്കണം എന്നുള്ളത്, അല്ലെ ഒരേ സമയത്ത് നമുക്ക് മൂത്ത് കിട്ടുള്ളൂ. ഞാൻ ചിലപ്പോൾ ഇതേപോലെ നമുക്ക് റൗണ്ട് ചെയ്തിട്ടൊക്കെ ഇതേപോലെ നമുക്ക് പൊരിച്ചെടുക്കാം. കുട്ടികൾക്ക് എങ്ങനെയാണോ ഇഷ്ടം അതുപോലെ ചെയ്ത് കൊടുത്താൽ മതി. കണ്ടില്ലേ, ഇങ്ങനെ നമുക്ക് ഒരു നുറുക്ക് കിട്ടുമല്ലോ, ആ രീതിയിൽ നമുക്കിത് ചെയ്തെടുക്കാം. ഞാൻ എന്തായാലും എല്ലാം ഇതുപോലെ നീളത്തിൽ തന്നെയാണ് ചെയ്തെടുക്കുന്നത്. നമുക്കൊരു 2 മിനിറ്റ് കൊണ്ട് നമുക്കിത് മൊത്തമായിട്ട് ഇതുപോലെ ചെയ്തെടുക്കാവുന്നുള്ളൂ. വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം കേട്ടോ. നമ്മളിത് ഇനി സൺഫ്ലവർ ഓയിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തു. നമ്മുടെ കയ്യിൽ ഇനി വെളിച്ചെണ്ണയാണെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണയാണ് ഒന്നുകൂടി നല്ലത്. എങ്ങനെയായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മളിത് ആ എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രം നമ്മൾ കുഴച്ച് വെച്ച ആ സ്നാക്ക് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. എണ്ണ ഇവിടെ നന്നായി ചൂടായിട്ടുണ്ട്. നമുക്കിത് ഓരോന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മീഡിയം ടു ലോ ഫ്ലെയിമിലാക്കിയാൽ മതി. നമുക്ക് നന്നായിട്ട് ചൂട് വേണം, പെട്ടെന്ന് ക്രിസ്പിയായി കിട്ടും. ഒരുപാട് സമയമൊന്നും നമ്മളിതിലേക്ക് പൊരിച്ചെടുക്കാനായിട്ട് ആവശ്യമില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇട്ട് കൊടുത്ത് അപ്പം തന്നെ നമ്മളിത് ഇളക്കരുത് കേട്ടോ. ഒന്ന് മൊരിഞ്ഞു വന്ന ശേഷം മാത്രം നമ്മളൊന്ന് ഇളക്കി കൊടുത്താൽ മതി. നമ്മളിത് 1 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മളിതൊന്ന് കണ്ടില്ലേ, നമ്മളിത് തൊടുമ്പോൾ തന്നെ ഇളകി വരും. പക്ഷെ നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ ഇളക്കി കഴിഞ്ഞാൽ പൊടിഞ്ഞും പൊട്ടിയൊക്കെ പോകും. ഇനി നമുക്കിതൊന്ന് ഇതേപോലെ ഒന്ന് ഇളക്കി തിരിച്ചു മറിച്ചൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് നമ്മളിതെല്ലാം ചെയ്തെടുക്കുന്നത്. നമ്മൾ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ടേ ഇല്ല. അങ്ങനെ തന്നെ ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇതാ നമ്മുടെ ഏകദേശം ഒരു ബ്രൗൺ കളറായി വന്നത് കണ്ടില്ലേ, നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിട്ടാൽ അത് കരിഞ്ഞതിൻ്റെ ടേസ്റ്റ് പോവും. ഈ സമയത്ത് നമുക്ക് ഇതിൽ നിന്ന് കോരിയെടുക്കാം കേട്ടോ. ഈ ഒരു സ്നാക്കിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒട്ടും എണ്ണ കുടിക്കില്ല. കണ്ടില്ലേ, ഒരു തുള്ളി പോലും എണ്ണ കുടിക്കാത്തൊരു സ്നാക്കാണ് കേട്ടോ. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. ഇതുപോലെ ഒരുപാട് കുട്ടികൾക്ക് ഇഷ്ടമുള്ള ഒരുപാട് സ്നാക്കിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. അപ്പോൾ അതെല്ലാവരും ഒന്ന് പോയി നോക്കണം, വീട്ടിൽ ട്രൈ ചെയ്യണം. അപ്പോൾ നമ്മുടെ സ്നാക്കൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് പുതിയൊരു അടിപൊളി ഐറ്റമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അപ്പോൾ അതുവരേക്കും ഓക്കെ, ടാറ്റാ ബൈ, സീ യു.